വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ വിരശല്യമായിട്ട് വയറ് ഇതായി ഫുഡേ കഴിക്കാത്ത ആള് നല്ലപോലെ ഫുഡൊന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. സോ ഞാൻ റിക്കിയുടെ അടുത്താട്ടോ. അത് ബാക്കിൽ സൺലൈറ്റ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എൻ്റെ ഫേസിൽ ആ ഒരു ബ്രൈറ്റ്നെസ് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ബ്രൈറ്റ്നെസ് ഇപ്പം കണ്ടില്ലേ കിട്ടിയിട്ട്. ഞാൻ സാച്ചുറേഷൻ കൂട്ടിയിട്ടാട്ടോ ഇതിൽ ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ റിക്കിനെ എന്തായാലും ഒന്ന് കാണിക്കാം കേട്ടോ. വീഡിയോ ഓൺ ആക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൈലന്റ് ആയിട്ട് പോസ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവൻ ഇപ്പം മോർണിംഗ് വാക്കിന് അച്ഛൻ്റെ കൂടെയൊക്കെ പോയിട്ട് വന്നതാ. വയറൊക്കെ നല്ല വേദനയായിട്ട് ഇരിക്കുകട്ടോ. ഫുഡ് ഇന്നലെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഇത്ര ഒന്നും കഴിക്കാതെ ഇരിക്കുക കേട്ടോ ഇവിടെ. അവൻ എപ്പോഴും ആ സൈഡിലോട്ട് എങ്ങനെ പോയി നോക്കൂ കേട്ടോ, ഇങ്ങോട്ട് വരാറില്ല. ഭയങ്കര സാഡായിട്ടോ എപ്പോഴും ഇരിക്കുക. ഇതേ ആള് നല്ല മസാജൊക്കെ കിട്ടി സുഖം ഉറങ്ങാനുള്ള പ്ലാനാണ്. ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഉറങ്ങാനുള്ള പ്ലാനാട്ടോ. ഇത് ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അവൻ ഭയങ്കര ഡ്രാമ ക്യൂണാട്ടോ. മസാജ് മസാജ് എന്താ അമ്മ എനിക്ക് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് രാവിലെ തന്നെ കഴിച്ചു, നേരത്തെ എണിച്ചിട്ട്. അപ്പം ഏകദേശം ഒരു 1.5 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിക്ക് പാലും അനിയന് ഗ്രീൻ ടീ അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ. സോ അവന് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാലത്ത് അമ്മ പാല് കൊടുക്കാറുണ്ട്, ആ ബൗളിൽ കൊടുക്കുവേ. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് തന്നെ ഭയങ്കര വെയിൽ വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം അവൻ ഈ പാലെടുത്ത് കുടിക്കും കേട്ടോ. സോറി, പാലല്ല, വെള്ളം എടുത്ത് കുടിക്കേ. പിണങ്ങി കിടക്കുക കേട്ടോ അപ്പുറത്ത് പോയിട്ട്. ഞാൻ വീഡിയോ ഓണാക്കുമ്പോൾ ഇവൻ ക്യൂട്ട്നെസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നുണ്ട് വ്ളോഗ് എടുക്കുകയാണ് എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ക്യൂട്ട്നെസ് ഇടാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു നായ്ക്കുട്ടികൾ ഇങ്ങനെ കിടക്കുന്ന ഒരു പൊസിഷനിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ക്യൂട്ട്നെസ് കാണിച്ചിട്ട് അതേ ചെവിയൊക്കെ കൂർപ്പിച്ച് നോക്കുവാണേ. ഈച്ച കടിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ അവനെ. ഇനി ഇവന് മാസത്തിലൊരിക്കൽ നല്ലൊരു ഷാമ്പൂ ഒക്കെ മേടിച്ച് കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഡോഗിന്റെ ഷാമ്പൂ ഇല്ലേ, അതൊന്നും വാങ്ങി കുളിപ്പിക്കണം എന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ നല്ലതൊന്ന് മേടിച്ചിട്ട് വരണം അവന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇവന് വേണ്ടി ഒരു കൂട് മേടിച്ചു കൊടുക്കണം എന്നുണ്ട് കേട്ടോ. കുറച്ച് ഹൈറ്റിൽ ഇവന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു കൂട് വേണമെന്നുണ്ട് എനിക്ക്. പിന്നെ അതൊക്കെ കൂടെ നോക്കണം എന്നുണ്ട്. ഞങ്ങൾ 5 പേരും പുറത്തു പോയി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് സാഡായിട്ട് ഇരിക്കുക കേട്ടോ. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ 5 ആളും കൂടി പുറത്തു പോയി. ഇതിപ്പോൾ എത്തിയുള്ളൂ കേട്ടോ. അവൻ ഇപ്പോൾ ഫുഡൊക്കെ അമ്മ വാരി കൊടുത്തു പ്ലേറ്റിൽ. ഇപ്പോൾ കൂളായിട്ട് ഇതേ തണുപ്പത്തിരിക്കട്ടെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും കേട്ടോ. ഇവിടെ കണിക്കൊന്നയുടെ മരം കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് നല്ലോണം അടിക്കുക. അപ്പം അവൻ ഇങ്ങനെ അതൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുക കേട്ടോ. ഇപ്പം ഇനി വെയിൽ വരുമ്പോൾ അപ്പുറത്ത് കുറച്ച് മണ്ണുണ്ട് കേട്ടോ, അതിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ പോയിട്ട് മിണ്ടാതെ കിടക്കുക. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തണുപ്പുണ്ടെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. രാജകീയ യോഗമാണ്, അതുകൊണ്ട് നമ്മളും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ അവന്. എൻ്റെ മോർണിംഗ് വ്ളോഗ് ഇതേ ഇവനെ കാണിച്ചുകൊണ്ട് ഞാൻ എൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ഈവനിങ് വ്ളോഗ് കൂടി എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണേ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. താങ്ക്